إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم قال اجعلني على خزائن الأرض إني حفيظ عليم وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശങ്ങളിലാണുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അന്യമായ ഒരു മേഖലയായിക്കൊണ്ടല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുക എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരുന്നു. മദീന പള്ളി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണസിര കേന്ദ്രമായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും ചിലർക്കൊക്കെ ഉണ്ടാകുന്നൊരു സംശയം, അത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഖുർആനും ഹദീസും ഭരണഘടനയായുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യമല്ലേ? അതെങ്ങനെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ആ കാര്യങ്ങളൊക്കെ തെളിവാകും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്. നമുക്കിവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, ആരാധനാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെയും ഇതിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇസ്ലാമിൻ്റെ മാതൃകയായി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുക. ഒരു വേള യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ അകാരണമായി ജയിലിൽ അടച്ച ഒരു സമൂഹം, ആ നാടിനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ രാജ്യം ഒരു വരൾച്ചയിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന രംഗമുണ്ടായപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമ് അത് മറികടക്കുവാനുള്ള പോംവഴി അദ്ദേഹത്തിനുണ്ട് എന്ന് ആ രാജാവിന് മനസ്സിലായപ്പോൾ അവിടെ യൂസുഫ് അലൈഹിസ്സലാം ഭരണത്തിന്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ചരിത്രത്തിൽ, ഖുർആനിന്റെ ചരിത്രത്തിൽ, ഖുർആൻ ചരിത്രം പറയുന്നിടത്ത്, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ കഴിയും. യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്
ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ്, എന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യ മന്ത്രിയാക്കുക, എന്നെ ഇവിടെയുള്ള ഖജനാവുകളുടെ കാവലാളാക്കി മാറ്റുക. ഇന്നി ഹഫീദുൻ അലീം, ഞാനത് സംരക്ഷിച്ചോളാം, എനിക്കതിനെ പറ്റി അറിവുണ്ട്, ജ്ഞാനമുണ്ട് എന്ന് പറയുന്ന യൂസുഫ് അലൈഹിസ്സലാം ഇത് പറയുന്നിടത്താണ് തീർത്തും ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്ത് അദ്ദേഹം വസിക്കുന്ന നാട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ കൂടെ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത്, അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വകദാലിക മക്കന്നാ യൂസുഫ്, അപ്രകാരം നാം യൂസുഫ് അലൈഹിസ്സലാമിന് തംകീൻ നൽകിയിരിക്കുന്നു, സ്വാധീനം നൽകിയിരിക്കുന്നു. അതൊരു സ്വാധീനമാണ്. ഒരു രാജ്യത്തിന്റെ നിർമ്മാണ സഭകളിലേക്ക് എത്തുക എന്നുള്ളത് അതൊരാൾക്ക് ലഭിക്കുന്ന സ്വാധീനം തന്നെയാണ്. വകദാലിക മക്കന്നാ ലിയൂസുഫ്, അപ്രകാരം നാം യൂസുഫ് അലൈഹിസ്സലാമിന് സ്വാധീനം നൽകിയിരിക്കുന്നു. ഫിൽ അർദി, ആ നാട്ടിൽ, ആ ഭൂമിയിൽ, യതബവ്വഉ മിൻഹാ ഹൈസു യശാ, അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നിടത്ത് താമസിക്കാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനം നൽകിയിരിക്കുന്നു. ഒരു പൊട്ടക്കിണറ്റിൽ നിന്നാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ രണ്ടാം വരവ്. അടിമയായിക്കൊണ്ടാണ് മിസ്റിന്റെ മണ്ണിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം കടന്നു വരുന്നത്. അതിനൊക്കെ ശേഷം പ്രതിസന്ധികളുടെ കനൽപദങ്ങളെ താണ്ടിയ യൂസുഫ് അലൈഹിസ്സലാം ആ രാജ്യത്തിന്റെ ഭരണരംഗത്ത് എതിരാളികളില്ലാത്ത ഒരാളായി ഉയർന്നു നിൽക്കുന്ന രംഗം പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അത് പറയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളയിടത്ത് താമസിക്കുവാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് നാം സ്വാധീനം നൽകിയിരിക്കുന്നു. നുസീബു ബിറഹ്മതിനാ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം നമ്മുടെ അനുഗ്രഹം നൽകുന്നതാണ്. വലാ നുദിഉ അജ്റൽ മുഹ്സിനീൻ, പുണ്യവാന്മാരായ ആളുകളുടെ പ്രതിഫലം നാം ഇല്ലാതെയാക്കി കളയുകയില്ല എന്ന് ഖുർആൻ നമ്മളുടെ മുന്നിൽ വെക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായും മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം എന്നുള്ളത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അതെന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനമായി കാണുന്ന രീതി നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂടാ. മറിച്ച് ഇവിടെയുള്ള നിയമനിർമ്മാണ സഭയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകണം. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ അദ്ദേഹം ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാപരമായ നിയമങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് തന്നെയാണ് ആ ഭരണഘടന ഇവിടെ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി കൊണ്ട് ജീവിക്കുവാൻ കഴിയുകയും ചെയ്യുന്നത്. ഭരണത്തിന്റെ രംഗത്ത് നിന്ന് നമ്മൾ എല്ലാവരും മാറിപ്പോവുകയും അവിടേക്ക് ചില തൽപര കക്ഷികൾ മാത്രം കടന്നു വരികയും അവരുടെ അജണ്ടകൾ മാത്രം നടപ്പാക്കപ്പെടുകയും അവരുടെ ശബ്ദം മാത്രം ഉറക്കെയാവുകയും ചെയ്യുന്ന പക്ഷം നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനുള്ള ആളുകൾ ഉണ്ടാവുകയില്ല എന്നത് അത് പ്രശ്നമാണ്. അത് നമുക്ക് അസ്തിത്വ പ്രതിസന്ധി വരുന്ന, നമ്മളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാര്യമാണ്. നമ്മളുടെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ നമ്മളുടെ പ്രതിനിധികൾ ഈ രംഗത്തെല്ലാം ഉണ്ടാകണമെന്ന് തന്നെയാണ്. വാർഡിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിന്റെ മേഖലയിലുമെല്ലാം നമ്മളുടെ ആളുകൾ ഉണ്ടാവുകയും അവർ ഈ രംഗത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുക എന്നത് നമ്മളുടെ ധർമ്മമായി കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി പലപ്പോഴും ആളുകൾക്കിടയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ സംസാരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം അത് നമ്മളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു രംഗമാണ്. അകന്നു നിൽക്കേണ്ടതല്ല. ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവും റസൂലും നമ്മളോട് പലതവണ പ്രശംസിച്ചു പറഞ്ഞ കാര്യമാണ്. ആളുകൾക്ക് നന്മ ചെയ്യുവാൻ, പ്രയാസമുള്ളവന്റെ കണ്ണീരൊപ്പുവാൻ, വീടില്ലാത്തവന് താങ്ങാകുവാൻ, പ്രതിസന്ധികളിൽ രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്കതിലൂടെ സാധിക്കുമെങ്കിൽ അത് പുണ്യപ്രവർത്തനമായി കൊണ്ടു തന്നെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒരു മുസ്ലിം ഏതു രംഗത്തായിരുന്നാലും അവൻ ഇസ്ലാമിക സംസ്കാരം അത് സ്വീകരിക്കുന്നവനും പാലിക്കുന്നവനുമായിരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെയോ മറ്റോ പേരിൽ മതമൂല്യങ്ങളെ വലിച്ചിഴക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. പള്ളിയിലെത്തും ഒരു സ്വഭാവം,
അങ്ങാടിയിലെത്തുമ്പോൾ മറ്റൊരു സ്വഭാവം, വീട്ടിലെത്തുമ്പോൾ വേറൊരു സ്വഭാവം. അങ്ങനെ ഒന്നിനെ പോലെ മാറിക്കഴിയേണ്ടവരല്ല നാം. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ നിലപാടുകൾ, നമ്മളുടെ മൂല്യങ്ങൾ അത് ഏത് സമയത്തും നമ്മൾ കൈവിടാതെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ്. സത്യസന്ധത ഉണ്ടാകണം, കരാർ പാലിക്കണം, കരാർ ചെയ്താൽ അത് പാലിക്കണം. വിശ്വസ്തത, വിശ്വസിച്ച് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏൽപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം. വിശ്വസ്തതയെ സ്വീകരിക്കുവാനും അതിനെ സത്യസന്ധമായി കൊണ്ട് കൈമാറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ പലപ്പോഴും മോഹന വാഗ്ദാനങ്ങളുമായി തന്റെ നാവ് കൊണ്ട് മനോഹരമായി സംസാരിക്കുവാൻ കഴിയുമെന്നതുകൊണ്ട് ഇല്ലാത്തതും കഴിയാത്തതുമെല്ലാം ആളുകളുടെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിനെ വശീകരിച്ച് വോട്ടാക്കി മാറ്റുവാൻ മാത്രം ശ്രമിക്കുന്ന രീതി നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ കരാറ് പാലിച്ചാൽ അത് നൽകുന്നവരായിരിക്കണം. ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ ലക്ഷണം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇതൊക്കെ മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇത് മുസ്ലിമിന്റെ ലക്ഷണമല്ല, വിശ്വാസത്തിന്റെ ലക്ഷണമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പച്ച മുനാഫിഖാണ്. കാന മുനാഫിഖൻ ഖാലിസ, അവൻ പച്ച മുനാഫിഖാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാണുള്ളതെങ്കിലോ അവനിൽ നിഫാഖിന്റെ ഭാഗമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ആളുകളുടെ വാക്ക് പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വിശ്വസിപ്പിക്കും, എന്നിട്ട് വഞ്ചിച്ചു കളയും. അതുപോലെ തന്നെ വഇദാ ഹദ്ദസ കദബ, തൊള്ള തുറന്നാൽ കളവ് പറയും. പ്രത്യേകിച്ചും കച്ചവടക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ വസ്തുക്കൾ വിറ്റഴിക്കുവാൻ വേണ്ടി എത്ര തവണ നമ്മളൊക്കെ പല കച്ചവടക്കാർക്ക് മുന്നിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പച്ച നുണ, തന്റെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി തൊള്ളയിൽ തോന്നിയത് പറഞ്ഞ് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ആളുകൾ പാടില്ല. നമ്മളുടെ നാവ് മനോഹരമായി വർണ്ണിച്ചു തരുന്നത് കൊണ്ട് കളവ് പറഞ്ഞ ആളുകളുടെ കയ്യിലെ പണം തട്ടിപ്പറിക്കുന്നവരായി മാറുവാൻ നമ്മൾ പാടില്ല. ഇത് ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുന്നവരായിരിക്കും. വഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ തമ്മിൽ പ്രശ്നത്തിലായാൽ പച്ച തെറി വിളിച്ചു പറയുന്നവരായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്തുണ്ടാകുന്ന കോലാഹലങ്ങളിൽ, തെറി വിളിച്ചു പറയുന്ന തർക്കങ്ങളിൽ, അനാവശ്യമായ സംസാരം നടത്തുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. വഇദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ ആ കരാറിനെ പാലിക്കാതിരിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഈ 4 മുഅ്മിനിന്റേതല്ല, മുനാഫിഖിന്റെ ലക്ഷണമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതെന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയമായ ആവേശങ്ങളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമെല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എതിരാളികളെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. ഈ മാത്സര്യത്തിന്റെ ഒരു തീഷ്ണതയിൽ അതിന് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവിടെ തന്റെ എതിരാളികളെ നിഷ്പ്രഭരാക്കുവാൻ വേണ്ടി വ്യാജ വാർത്തകളും ഇല്ലാ കഥകളുമെല്ലാം സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുന്ന രീതി പലപ്പോഴും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി വിലക്കിയ വിഷയമാണ്. ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി വിലക്കിയ വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വപ്നത്തിൽ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം വഹ്യാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പരലോകത്ത് ഉണ്ടാകുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷകളെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ഒരാൾ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ആ മലർന്നു കിടക്കുന്ന ആളുടെ 2 ഭാഗങ്ങളിലൂടെയും ഇരുമ്പിന്റെ കൊളുത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ വന്നുകൊണ്ട് അയാളുടെ മുഖഭാഗം ഇങ്ങനെ പറിച്ചെടുക്കുന്ന ക്രൂരമായ ശിക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട്. അത് ഒരു ഭാഗം പൊളിഞ്ഞു പോരുമ്പോൾ മറ്റൊരു ഭാഗം പറിച്ചെടുക്കുമ്പോൾ ഈ ഭാഗം സാധാരണ രൂപത്തിലാകും. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ശിക്ഷ ലഭിക്കുന്ന ചില ആളുകളുടെ ഭീകരമായ ശിക്ഷകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇത് കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണ് ഇവർ? അതിന് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ ഉത്തരം, ഫഇന്നഹു റജുൽ യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്. ഇത് ഒരു വ്യക്തിയാണ്, അയാൾ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എന്നിട്ട് അയാൾ നുണകൾ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കും. ആ നുണകൾ ചക്രവാളങ്ങളിൽ നിറയും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയാൾ പറയുന്ന പച്ചപ്പൊള്ള് വ്യാപിക്കും. അങ്ങനെയുള്ളവന് ലഭിക്കുന്ന ശിക്ഷയാണിത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയയോ ഇങ്ങനെ ആളുകളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് എത്തിക്കാവുന്ന
ഉപയോഗിക്കാവുന്ന ഇങ്ങനെയുള്ള മീഡിയകളോ നവമാധ്യമങ്ങളോ ഇല്ലാത്ത കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചുവിടുന്ന തിന്മകൾ, കളവുകൾ എത്ര പെട്ടെന്ന് ആളുകളിലേക്ക് പടരുമെന്നത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ നിലപാട്, ഒരാൾ ഒരു വാസ്തവവും ഇല്ലാത്ത വാർത്തകളുമായി നമ്മളിലേക്ക് എത്തിയാൽ നമുക്കുണ്ടാകേണ്ടുന്ന നിലപാട് സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ആയത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു തമ്മാടിയായ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങൾ ഫതബയ്യനു, നിങ്ങളത് കൃത്യമായി അന്വേഷിക്കണം. എന്തെങ്കിലും കിട്ടുന്നതെല്ലാം ആളുകൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുണ്ടാകുവാൻ പാടില്ല. അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ അവിവേകം കൊണ്ട് ഒരു സമൂഹത്തിന് അത് കാരണം പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് നിങ്ങൾ ഈ ചെയ്തത് അല്ലാഹ് ഇത് ഇല്ലാത്തതായിരുന്നല്ലോ, ഞാൻ പ്രചരിപ്പിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഖേദിക്കാന്നല്ലാതെ ആ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് ഒരുപക്ഷെ അത് ഏതൊക്കെ ഭാഗത്തേക്ക് പോയി എന്നുള്ളത് പോലും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കഥകളും മറ്റുമൊന്നും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊന്നും പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ രംഗത്തായിരുന്നാലും, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, മറ്റു സാമൂഹ്യ സേവന രംഗത്ത് എല്ലാം നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. വിശ്വാസികൾക്ക് അവിടെയെല്ലാം ഇടങ്ങളുണ്ട്, സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇസ്ലാമിക പാഠങ്ങൾ പകർന്നു തരുന്നത്. പക്ഷെ എപ്പോഴും ഇസ്ലാമിക വ്യക്തിത്വത്തെയും മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പലപ്പോഴും ഈ വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ, ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകൾ സജീവമാകുന്ന ഒരു സമയമാണല്ലോ. ഈ സമയത്ത് ഈ തർക്കങ്ങൾ പലപ്പോഴും വാശിയിലേക്കും പോരിലേക്കും ഒക്കെ നയിക്കുകയും അത് പച്ചത്തെറികൾ വിളിച്ചു പറയുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. പലപ്പോഴും പലരിടുന്ന പോസ്റ്റിന് കീഴിലൊക്കെ പോയിട്ട് കണ്ടാലറക്കുന്ന രീതിയിലുള്ള പച്ചത്തെറികൾ എഴുതി വെക്കുന്ന ആളുകൾ, നമ്മളുടെ മുസ്ലിം പേരുള്ള ആളുകൾ പോലും അങ്ങനെയുള്ളതിൽ ഉണ്ടാകുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. നമുക്കത് ദേഷ്യം വന്നാൽ പിന്നെ എന്താണ് പറയുന്നതെന്നും പബ്ലിക് സ്പേസിൽ പോലും, എല്ലാവരും കാണുന്ന ഇടങ്ങളിൽ പോലും പലതും എഴുതി നിറക്കാനും ഒക്കെ ഉള്ള പ്രവണത, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൽ ഹുജറാത്ത് നമ്മളെ ഒരുപാട് സ്വഭാവ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെയും ആക്ഷേപിക്കരുത്. ആ ആക്ഷേപിക്കുന്നവനേക്കാൾ ഉത്തമനായിരിക്കാം ഒരു പക്ഷേ ആക്ഷേപിക്കപ്പെടുന്നവൻ. വല നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരു സ്ത്രീ സമൂഹവും മറ്റൊരു സ്ത്രീ സമൂഹത്തെയും ഇങ്ങനെ പരിഹസിക്കരുത്. ആ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീജനങ്ങളായിരിക്കും എന്ന് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് നമ്മളോട് പറയണം, വല തൽമിസു അൻഫുസകും, നിങ്ങൾ കുത്തുവാക്കുകൾ പറയരുത്. ആളുകളുടെ മനസ്സിലേക്ക് അസ്ത്രം പോലെ കുത്തി തറക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കരുത്. വല തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ടപ്പേരുകൾ വിളിക്കരുത്. ആളുകൾക്ക് ഇരട്ടപ്പേരുകൾ ഇട്ടുകൊണ്ട് ആ ഇരട്ടപ്പേരുകൾ കൊണ്ട് ആളുകളെ സംബോധന ചെയ്യുന്ന രീതിയൊന്നും മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ നിങ്ങളിൽ നിന്നുണ്ടാകരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിനു ശേഷം, ഈ ഈമാനിന്റെ മാധുര്യം നുണഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള മോശപ്പെട്ട പേരുകളൊക്കെ വിളിച്ചു പറയുക എന്നുള്ളത് എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഇതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങാത്ത ആളുകൾ അക്രമകാരികളായ ആളുകളാണ് എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ പറയുന്ന ഓരോ വാക്കും, ആ വാക്ക് നമ്മൾ പറയുന്ന സമയത്ത് സന്നദ്ധ നിരീക്ഷകരായ മലക്കുകൾ അതിനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം നമ്മളിൽ നിന്നുണ്ടാകണം. അത് നമ്മളുടെ നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ വായ കൊണ്ടോ അല്ലെങ്കിൽ എഴുതിയോ ഒക്കെ പിടിപ്പിക്കുന്നത്, അതൊക്കെ
അതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് എന്നൊരു ബോധം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. പരലോകം എന്നത്, വിചാരണയുടെ നാള് എന്നത് നമ്മൾ അത് ഗൗരവമുള്ള വിഷയമായി കൊണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നേ ദിവസം അവരുടെ നാവിന് അല്ലാഹു സീൽ വെക്കും, അതുപോലെ തന്നെ അവരുടെ കൈകൾ സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി പറയും. അവര് പ്രവർത്തിച്ചതിനെ പറ്റി നമ്മൾ വാചാലമായി സംസാരിച്ചിരുന്ന നമ്മുടെ നാവില്ലേ, നമ്മുടെ വായയില്ലേ, അതിന് അല്ലാഹു സീൽ വെക്കും. അതിന് പിന്നെ പറയാൻ കഴിയൂല. നമ്മൾ ചെയ്തതിനെ കുറിച്ച്, നമ്മൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നമ്മുടെ കൈകൾ സംസാരിക്കും, നമ്മുടെ കാലുകൾ സംസാരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വമുദിഅൽ കിതാബ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ അവർക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, അതിലുള്ളത് കണ്ട് തെറ്റുകാരായ കുറ്റവാളികളായ ആളുകൾ നടുങ്ങുന്ന ഒരു രംഗമുണ്ട്. വയഖൂലൂൻ, അവർ പറയും, യാ വൈലതന മാലി ഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശമേ, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്ത ഒന്നും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ. നമ്മൾ മറന്നുപോയി കാണും നമ്മൾ പ്രവർത്തിച്ചതിനെ കുറിച്ച്, നമ്മൾ എഴുതി വിട്ടതിനെ പറ്റി, നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച്. പക്ഷേ അത് കൃത്യമായും അല്ലാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖയായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു രംഗമുണ്ട്. അവിടെ മനുഷ്യൻ നടുങ്ങിപ്പോകുന്ന അവസ്ഥ ഖുർആൻ നമ്മളോട് പറയുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ആവേശത്തിന്റെ ഒക്കെ ആരവങ്ങളിൽ നമ്മൾ ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ കടക്കുന്ന ആളുകളായി മാറരുത്. ക്യാമ്പസുകളിൽ നമ്മളുടെ കൂട്ടുകാരോടുള്ള സൗഹൃദ വർത്തമാനങ്ങളിൽ തമ്മാടിത്തങ്ങളും മറ്റും സംസാരിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടരുത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ സാമ്പത്തിക പരാധീനതകളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹജാത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.